പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. രാജ്യസഭയിൽ 11 മണിയോടുകൂടി പ്രധാനമന്ത്രി സംസാരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നന്ദഗോപൻ, ഈ ലോക്സഭയിൽ ഏതാനും അംഗങ്ങളെ, പ്രതിപക്ഷ അംഗങ്ങളെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിന് ഏതാനും ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. അതിൻ്റെ പ്രതിഷേധം അവർ തുടരുകയാണല്ലോ. ഇന്ന് രാജ്യസഭയിലാണല്ലോ പ്രധാനമന്ത്രി സംസാരിക്കുക. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, മുൻ സൈനിക മേധാവിയായിട്ടുള്ള MM നരവാന്റെ ഓർമ്മക്കുറിപ്പാണ് സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ ഇടയായിട്ടുള്ള സാഹചര്യം. കഴിഞ്ഞ 3 ദിവസമായി സഭാ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണ്. ഈ പ്രസിദ്ധീകരിക്കാത്ത MM നരവാന്റെ ഈ പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത്. അതായത് പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം, യാതൊരുവിധ ആധികാരികതയും ഇല്ലാത്തൊരു പുസ്തകം, ആ പുസ്തകത്തെ സംബന്ധിച്ച് ഒരു മാഗസിനിൽ വന്ന വാർത്ത അത് സഭയിൽ ഉദ്ധരിക്കാൻ അനുവദിക്കില്ല എന്ന് സ്പീക്കർ റൂളിംഗ് നടത്തിയിരുന്നു. ഇതിൽ യാതൊരുവിധ ആധികാരികതയുമില്ല. മാത്രമല്ല, ഈ പുസ്തകത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആധികാരികതയില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് സഭയിൽ സംസാരിക്കരുത് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുലിനോട് സ്പീക്കർ തന്നെ റൂളിംഗ് നൽകിയതാണ്. എന്നാൽ ആ റൂളിംഗ് എല്ലാം മറികടന്നുകൊണ്ട് തന്നെ പലതവണ രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ബുക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സഭയിൽ ഉദ്ധരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഭരണപക്ഷ അംഗങ്ങൾ ഇതിനെ തടയുകയായിരുന്നു. ഇത് സഭ കൂടുതൽ പ്രക്ഷുബ്ധമാക്കാൻ ഇടയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ കഴിഞ്ഞ 3 ദിവസമായി പലതവണ സഭ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. ഓരോ തവണ സഭ ചേരുമ്പോഴും പ്രതിപക്ഷ ബഹളമായിരുന്നു. പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും അതേപോലെ തന്നെ സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിക്കുകയും, ഇന്നലെയും മിനിഞ്ഞാന്നുമായി കണ്ടത് ടേബിളിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പേപ്പറുകൾ കീറിയെറിയുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. ഇങ്ങനെ പ്രതിപക്ഷം സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന ദിനങ്ങളായിരുന്നു കഴിഞ്ഞ 3 ദിവസം ഉണ്ടായിരുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ഹൈബി ഈഡനും അതേപോലെ തന്നെ ഡീൻ കുര്യാക്കോസും മാണിക്യം ടാഗോറും അടക്കം 8 പ്രതിപക്ഷ MP-മാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഈ സഭാ കാലയളവിൽ, ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ കാലയളവിലേക്കാണ് സസ്പെൻഷൻ നടപടികൾ. ഈ സസ്പെൻഷനിലായ MP-മാർ ഈ സഭയുടെ പ്രധാന കവാടമായ മകരദ്വാറിൽ പ്രതിഷേധിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്നലെ രാഹുലും, പ്രതിപക്ഷ നേതാവ് രാഹുലും ഈ പ്രതിഷേധിച്ച MP-മാർക്കൊപ്പം ചേർന്നു. അങ്ങനെ സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗം സഭയിൽ നിശ്ചയിച്ചിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയ നയപ്രഖ്യാപനത്തിന് മേലുള്ള ചർച്ചയിൽ നന്ദി പ്രമേയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ ദൗത്യം. എന്നാൽ വൈകുന്നേരം 5 മണിക്ക് സഭാ നടപടികൾ വീണ്ടും പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷം വീണ്ടും സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് ഇന്നലെ പ്രധാനമന്ത്രിക്ക് ലോക്സഭയിൽ സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ രാജ്യസഭയിൽ അദ്ദേഹം സംസാരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ 11 മണിക്ക് അദ്ദേഹം പ്രധാനമന്ത്രി രാജ്യസഭയെ അഭിസംബോധന ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതേസമയം പ്രതിപക്ഷത്തിൻ്റെ നീക്കം കൂടി പരിഗണിച്ചാകും പ്രധാനമന്ത്രിയുടെ ഈ മറുപടി പ്രസംഗത്തിലുള്ള സമയം നിശ്ചയിക്കുക എന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. ഒരുപക്ഷെ അത് വൈകുന്നേരം 5 മണിയിലേക്ക് മാറ്റുവാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. ഇത് പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട സമയം നിശ്ചയിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷം ഇന്നും വരും ദിവസങ്ങളിലും സഭയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുവാനാണ് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. രാഹുലിനെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന് ആരോപണങ്ങൾ ഉന്നയിക്കാനുണ്ട്. അത് സസൂക്ഷ്മം നിരീക്ഷിക്കണം എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അതേസമയം രാഹുൽ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ വിഷയങ്ങളാണ്. ഈ MM നരവാന്റെ പുസ്തകം സംബന്ധിച്ച ആ പുസ്തകം ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. ആ പുസ്തകത്തിൻ്റെ യാതൊരുവിധ ആധികാരികതയുമില്ല. ആ പുസ്തകത്തിൽ പറയുന്നു എന്ന് രാഹുൽ സൂചിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിഷേധിച്ചതാണ്. ഇതിൽ പ്രധാനമായും പ്രതിരോധ മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ ഈ ചില ആക്ഷേപങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. ഏതായാലും അത്തരം ആക്ഷേപങ്ങൾക്കൊന്നും ഇടയില്ല. ഇതെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്നുള്ളത് രാജ്നാഥ് സിംഗ് തന്നെ ഇതിനോടകം തന്നെ സഭയിൽ വ്യക്തമാക്കി. അതേസമയം പ്രതിപക്ഷം അതിന് കൂട്ടാക്കുന്നില്ല. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്നും പ്രതിപക്ഷത്തിന്റെ നീക്കം. പ്രതിഷേധങ്ങൾ തുടരും. പക്ഷേ പ്രധാനമന്ത്രി ഇന്ന് രാജ്യസഭയിൽ 11 മണിക്കാണ് പ്രധാനമന്ത്രി സംസാരിക്കുക. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി രാജ്യം കാതോർക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ചർച്ചയല്ല ആവശ്യം എന്നുള്ളതാണ്. ഒരു ആരോഗ്യകരമായ ഒരു ചർച്ചയ്ക്കുള്ള അവസരം അവിടെ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലേ? അതെ, പാർലമെന്റിൽ ഇതിന്റെ പേരിൽ എത്രയോ മണിക്കൂറുകളാണ് നഷ്ടപ്പെടുന്നത്. രാജ്യം ഏറ്റവും അധികം ജനങ്ങളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട വേദിയാണ് പാർലമെന്റ്.
വിമർശിക്കണം. പക്ഷേ സഭാ നടപടികൾ സമ്പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലാണ്. സ്പീക്കറിന്റെ മുന്നിലൊക്കെ പേപ്പർ കീറി എറിഞ്ഞ സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും എംപിമാരെ അതിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത്. അവർ സഭാ കവാടത്തിൽ അവിടെ സമരം ഇരിപ്പ് തുടരും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും